പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വരദാന ഫലങ്ങളാൽ ശക്തിപ്പെടുത്തി സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, ജ്ഞാനം, ബുദ്ധി, വിവേകം, അറിവ്, ദൈവഭയം, എല്ലാ അനുഗ്രഹങ്ങളും നിറച്ചു നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചു മാറ്റി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അവിടുന്ന് സ്വതന്ത്രരാക്കണമേ, വിടുവിക്കണമേ, നിവർത്തി നിർത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾ ഇന്ന് അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ മക്കള് വലിയൊരു തുറവിയിലേക്കാണ് പോകുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ കുട്ടികൾ, പല പല സ്വഭാവക്കാര്, പല പല കുടുംബത്തിൽ നിന്ന് വന്ന മക്കള്, പല പല സാഹചര്യത്തിൽ ജനിച്ച മക്കള്, പല പല മുറിവേറ്റ മക്കള്, പല പല പാപങ്ങൾ കടിമപ്പെട്ട മക്കള്, അങ്ങനെ ഒത്തിരിയേറെ തുറവിയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ മക്കള് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അതുപോലെ ഉറപ്പിച്ച് പ്രാർത്ഥനയില് ശക്തിപ്പെടുത്തി അവരെ നിർത്തണം എന്നുള്ളത് മാതാപിതാക്കൾ ഉത്തരവാദിത്വമാണ്. അത് മക്കളുടെയും ഒരു സൂക്ഷിക്കേണ്ട ഒരു മേഖലയുമാണ്. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ അവസാന ധ്യാനം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ആ ധ്യാനം കഴിഞ്ഞിട്ട് ഇന്നലെ അവരുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഒരു മെസ്സേജ് വിട്ടു. നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ ആ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി ആ വോയിസ് ഒന്ന് ഞാനൊന്ന് നമ്മുടെ യൂട്യൂബിലൊന്ന് ഇടുകയാണ്. ശ്രദ്ധിക്കുക. അച്ഛാ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നലെ കുട്ടികളെ കൊണ്ട് ഇവാലുവേഷൻ എഴുതിച്ചായിരുന്നു. കുട്ടികൾ വളരെ പോസിറ്റീവായിട്ടാണ് ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരെ കൊണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ ഇവാലുവേഷൻ എഴുതിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നല്ലൊരു റെസ്പോൺസ് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കുറെ കുട്ടികൾ വളരെ ആഴത്തിൽ അത് മനസ്സിൽ പതിഞ്ഞ് അവരുടെ ഇവാലുവേഷനിലെ വാക്കുകളൊക്കെ നമുക്കത് കൃത്യം വായിച്ചെടുക്കാം. ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ളൊരു ചിന്ത വന്നു. ഈശോയെ സ്നേഹിക്കണമെന്നും ഈശോയുടെ നിശബ്ദതയിൽ സംസാരിക്കണമെന്നും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ നല്ല ഇഷ്ടം തോന്നി. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വലുതായിട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നല്ല അഭിപ്രായം എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പാരൻസ് ഒക്കെ വിളിച്ച് പറഞ്ഞു അവരിനി ഫോൺ ഉപയോഗിക്കണില്ല, ഇനി വേണ്ടാന്നൊക്കെ പറഞ്ഞ് പാരൻസിനെ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നല്ല റെസ്പോൺസുകൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അച്ഛാ, ഒരുപാട് നന്ദി. പിന്നെ കുട്ടികൾ തന്നെ എഴുതിയിട്ടുണ്ട്, കുറെ ആക്ഷൻ സോങ്ങും പാട്ടും ഒക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അതിൽ ശ്രദ്ധിച്ചു പോയാനായിരുന്നു. ഞങ്ങൾക്ക് വിശുദ്ധ ബലിയുടെ അർത്ഥവും അതിലേക്കൊന്നും ഞങ്ങൾ കടന്നു വരില്ലായിരുന്നു. കുറെ കൂടെ ആഴത്തിൽ പോകാൻ പറ്റിയെന്ന് അവര് തന്നെ ഇവാലുവേഷനിൽ എഴുതിയിട്ടുണ്ട് അച്ഛാ. അപ്പൊ കുട്ടികളുടെ ഉള്ളിലേക്കൊക്കെ ധ്യാനം ഇറങ്ങി പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അച്ഛന് ഒരുപാട് നന്ദി കേട്ടോ. ഇവിടെ മക്കളെ, ഈ മെസ്സേജ് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു വലിയൊരു കാര്യം അതെന്റെ മനസ്സിലുണ്ട്. അതായത്, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം ശരിക്കും പഠിപ്പിച്ചാൽ നമ്മുടെ മക്കള് എവിടെ ചെന്നാലും അവർ ദൈവത്തിന്റെ മക്കളായിട്ട് അന്തസ്സോടെ, അഭിമാനത്തോടെ, ആഭിജാത്യത്തോടെ നമ്മുടെ മക്കൾ ജീവിക്കും. ഇന്ന് നമ്മള് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നില്ല. ഞാൻ ഈ 3 ദിവസം ഈ മക്കളെ ഇവിടെ ആര് വന്നാലും വന്നവർക്കറിയാം,
ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യം. നമ്മൾ ദൈവത്തിന്റെ മക്കള്, തിരഞ്ഞെടുക്കപ്പെട്ട മക്കള്, മാമോദിസായില് ഒത്തിരിയേറെ ഉയർത്തപ്പെട്ട മക്കള്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, സ്വർഗത്തിന്റെ പൗരത്വമുണ്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ്, ശരീരം ദൈവത്തിന്റെ ആലയമാണ്, സ്വർഗത്തിൽ പോണം. അങ്ങനെ നമ്മൾ ജീവിക്കാണ് ജീവിതത്തെ കുറിച്ച്. പിന്നെ ജീവൻ വേണോ? ഈശോയെ വേണം. കൈത്തണ്ട് ശാഖാബന്ധം. അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മക്കളെ, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം, ഈശോയുമായുള്ള ബന്ധം, അത് കാര്യകാരണ സഹിതം ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് ആഴപ്പെട്ട ബോധ്യമായിട്ട് മാറും. ഞങ്ങൾക്ക് ഈ വെറും 3 ദിവസം കൊണ്ട് ഇതുപോലത്തെ ഒരു മാറ്റം നമ്മുടെ മക്കൾക്ക് ഈശോയുടെ കൂടെ പോയിരിക്കാൻ, ഈശോയുടെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ, അതോടൊപ്പം തന്നെ മൊബൈല് വേണ്ടെന്ന് വയ്ക്കാൻ വലിയ തീരുമാനം ഈ മക്കൾ എടുത്തുകൊണ്ട് ഒരു ഇവാലുവേഷൻ എഴുതിയെങ്കിൽ, മാതാപിതാക്കളോട് പറഞ്ഞ് ആ മാതാപിതാക്കള് ഈ സിസ്റ്ററെ വിളിച്ചെങ്കിൽ 3 ദിവസമില്ല, ഈ 3 ദിവസം കൊണ്ട് ഈ മക്കൾക്ക് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിയെങ്കിൽ, ഞാൻ ഓർക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിച്ച് ഉത്ബോധിപ്പിച്ച് വീട്ടില്, നമ്മുടെ ഇടവക ദേവാലയത്തില്, കാറ്റഗിസത്തില്, കുടുംബത്തില്, സ്കൂളില് ഈ മക്കളെ, നമ്മുടെ മക്കളെ, മാമോദിസ സ്വീകരിച്ച നമ്മുടെ മക്കളെ നമ്മൾ പ്രചോദിപ്പിച്ച്, ഞാൻ മക്കളോട് പറയും, മക്കളെ നമുക്കൊരു സഹായം കിട്ടും സ്വർഗത്തിൽ നിന്ന്, ചോദിച്ചു വാങ്ങണം, ഈശോയുടെ കൂടി ഇരിക്കണം, ഈശോ അത് തരും. ഈശോ ബന്ധം. ഒത്തിരി വാഗ്ദാനങ്ങൾ പറയും. ഈശോ പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ഇന്നലെ ഒരു കൊച്ചു വന്നു, ഒത്തിരി ഡിപ്രഷനായിട്ട്, ഒത്തിരിയൊരു അവസ്ഥയിൽ. കുഞ്ഞ് വന്നപ്പോൾ തന്നെ മുഖമൊക്കെ ആകെപ്പാടെ തകർന്ന്, ആ കുഞ്ഞിങ്ങനെ ഒത്തിരി നിരാശപ്പെട്ടിരിക്കുക. ഞാൻ പറയണ, കർത്താവിന്റെ വാഗ്ദാനങ്ങൾ, കർത്താവിന്റെ വചനങ്ങള്, നമ്മൾ ആരെന്നുള്ള തിരിച്ചറിവ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ കാണുന്നു ആ കുഞ്ഞിന്റെ മുഖത്ത് വലിയ പ്രത്യാശ, വലിയ സന്തോഷം. ഐ ക്യാൻ ഡു, എനിക്ക് എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എല്ലാം സാധിക്കും എന്ന ഒരു ഉറപ്പ് ആ കുഞ്ഞിന്റെ മുഖത്ത് ഇങ്ങനെ വെറും അരമണിക്കൂറോ 1 മണിക്കൂറോ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അമ്മ ആ കുഞ്ഞിന്റെ മുഖത്ത് വന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മീയത ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജീസസ് യൂത്തിന്റെ പ്രോഗ്രാമിന് പോയി. ക്ലാസ് എടുക്കാൻ പോയത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ആത്മാക്കളുടെ ലോകത്തെ കുറിച്ചൊക്കെ. ഞാൻ ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ച, ഡ്രമ്മൊക്കെ വെച്ച് ഭയങ്കര ലൈറ്റ്, ഡ്രമ്മടി ഇടിച്ച് തകർത്ത് തുള്ളിച്ചാടി ആടിപ്പാടി തിമിർക്കുന്ന ഒരു യുവതലമുറ. നിങ്ങൾ ആ വോയിസ് കേട്ടാർന്നോ? ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ ഇവിടെ ആക്ഷൻ സോങ് ഇല്ല, ഇവിടെ തുള്ളിച്ചാട്ടമില്ല, ഇവിടെ സത്യമായ വചനം പറയും, സത്യമായ വഴി പറയും. ആ മക്കളെന്നെ പറഞ്ഞുണ്ടോ, സിസ്റ്ററെ ആക്ഷൻ സോങ്ങും പാട്ടും തുള്ളലൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചേനെ. എന്നാൽ കുർബാനയെ കുറിച്ച്, ഞാൻ വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ ഈ മക്കളോട് പറഞ്ഞു കൊടുത്തപ്പോ ആ മക്കൾ ഇങ്ങനെ ഇരുന്ന് കേട്ട് കുർബാന അർപ്പിക്കണം ഞാൻ കണ്ടു. അല്ലെ പ്രിയപ്പെട്ട മക്കളെ, ആ മക്കൾക്ക് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ, ആ മക്കൾ പറഞ്ഞു കേട്ടോ, വിശുദ്ധ കുർബാനയുള്ള ബന്ധം, ദിവ്യകാരുണ്യ ബന്ധം, നിശബ്ദമായിട്ട് ഒറ്റയ്ക്കിരുന്ന്. ഞാൻ അവസാനം കണ്ടു, ആരാൻ ചാപ്പലിൽ നിറച്ച പിള്ളേര് ഇന്റർവെല്ല് വിട്ട ഉടൻ ഓടി വന്ന് കയറാം ആരാന ചാപ്പൽ. കുർബാന ബന്ധം. എന്റെ മക്കളെ, നമുക്കുള്ള വലിയ വലിയ നിധിയുണ്ട്. വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, സ്വർഗത്തിന് സഹായം, ആ ഒരു കരുത്ത്, ആ ഒരു വ്യത്യസ്തത, അത് പഠിപ്പിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് സമയമില്ലാണ്ട് പോയി. ഇതിൽ നമ്മുടെ സഭ തോറ്റുപോയി. എന്റെ മക്കളെ, ഞാൻ സത്യം പറയാണ്, തോറ്റുപോയി. ഞാൻ പറഞ്ഞില്ലേ, വൈദികര് കയറിക്കൊരു ഡാൻസും കുറെ ആട്ടും കുറെ തുള്ളലും ഇതും കൊണ്ട പിള്ളേരെ നേടിയെടുക്കാന്ന് വിചാരിക്കും. കഴിഞ്ഞ ദിവസം ഒരു രൂപതയില് കുട്ടികളെ കൂട്ടാൻ വേണ്ടി DJ പാർട്ടി വെച്ചു. DJ പാർട്ടി എന്ന് പറയുന്നതിനാണ് ഡെവിലിഷ. അതുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചു. 10,000 പിള്ളേര് കൂടി. പക്ഷെ അത് കഴിഞ്ഞ പിള്ളേര് വേറെ വഴിക്ക് പോയി. വിചാരിച്ചു, ഞാൻ പറയാണ്, ഈ വക എന്താ പറയുക ഗിമിക്കുകൾ കൊണ്ട്, ലോകത്തിന്റെ ഡാൻസും തുള്ളലും കൊണ്ട് ആത്മീയത വളരത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട പോലെ കൊടുത്താൽ, പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിച്ചാൽ, നമ്മുടെ മക്കള് അതിൽ കത്തിച്ചൊലിക്കും. വളരെ വേദനയോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്.
കാർന്നോമാരും വൈദികരും ഇടവക, ഞാൻ ഓർക്കാണ് നല്ലൊരു ഇടവക ദേവാലയം കിട്ടി, നല്ലൊരു അൾത്താറ് കിട്ടി, സക്രാരി കിട്ടി. അത് ഞാൻ പറയും ഉപയോഗിക്കണ്ടേ? നിത്യാരാധന ചാപ്പൽ ഉപയോഗിക്കണം, ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പള്ളിൻ്റെ എന്താ കാര്യം? അതിൽ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വിശുദ്ധ കുർബാന എന്തെന്ന് പറഞ്ഞു കൊടുത്ത് അതിൽ മക്കളെ ഉറപ്പിക്കണം. അതിനു മുമ്പ് നമ്മൾ അത് നന്നായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് ആരാൻ ചാപ്പലിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കൂടെയുള്ള ബ്രദറും ആരാൻ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ മക്കളുടെ കൂടെ 3 സിസ്റ്റേഴ്സ് വന്നു. ഈ മക്കളെ അമ്മമാരെ പോലെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഇടസമയത്ത് ആരാധന വന്നിരുന്ന് ഈ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ കൂടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. മക്കളെ കേൾക്ക്, ഇച്ചടെ കൂടിയിരിക്കുക, സംസാരിക്കുക. ആ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ നിന്ന് ആ മക്കൾക്ക് വേണ്ടി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നാലെ നടക്കണം, ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. അപ്പോഴും പറയും, മക്കളെ ഞാൻ നിങ്ങളുടെ അപ്പനാ, നിങ്ങളുടെ ആത്മാക്കളെ സ്വർഗത്ത് ജനിപ്പിക്കുന്ന ഫാദറാ, ഞാൻ അപ്പന്റെ പണി ചെയ്യുന്നത്. അതുകൊണ്ട് ശാസിക്കും, തിരുത്തും, മക്കളെ വിഷമിക്കരുത്. ആ മക്കള് അത് ഉൾക്കൊണ്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് അതുപോലെ വളർത്തിയാൽ, ഞാൻ പറയും, നമ്മുടെ മക്കള് ഒരു തിന്മയുടെ പിന്നാലെ പോകില്ല. മൊബൈലൊക്കെ വേണ്ടാന്ന് പറഞ്ഞ മക്കൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മൊബൈല്, ഗെയിമുകള്, സ്വാധീനങ്ങള്, പൈശാചിക ശക്തികൾ. അവസാനം ഞാൻ നിത്യതയെ കുറിച്ച് പറഞ്ഞു. അതാ മക്കൾ പറഞ്ഞ സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം. പ്രിയപ്പെട്ട മക്കളെ, സാമുവേലിന്റെ 1-ാം പുസ്തകത്തില് 1-ാം അധ്യായത്തില് നമ്മൾ 28-ാമത്തെ വചനത്തില് സാമുവേലിനെ കിട്ടിയ ഹന്ന അമ്മ ആ മകനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ സമർപ്പിക്കാം. അത് ഭയങ്കര സ്വാധീനം ചെലുത്തി. അതായത് അമ്മ പറഞ്ഞിട്ടെ, ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. തനിക്ക് ദൈവം തന്ന കുഞ്ഞ് സാമുവേൽ, ആ സാമുവേലിനെ ഈ അമ്മ കർത്താവിന് സമർപ്പിച്ചു. പറഞ്ഞു കേട്ടെ, കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അങ്ങനെ ഏലി പുരോഹിതന്റെ കയ്യില് ദേവാലയത്തില് ഈ മകനെ ഏൽപ്പിക്കണം. ആ ജീവനാന്തം ഇവൻ കർത്താവിനുള്ളവനായിരിക്കും എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഈ പുരോഹിതന് ഏൽപ്പിച്ച് ദേവാലയത്തിൽ ഏൽപ്പിച്ചിട്ട് ഈ അമ്മ പോവാ. അമ്മ പോകുമ്പോൾ നമ്മൾ 2-ാം അധ്യായത്തില് 11-ാമത്തെ വചനം വായിക്കുന്നുണ്ട്. എൽക്കാന എന്ന് പറഞ്ഞ അപ്പൻ റാമായർ തന്റെ ഭവനത്തിലേക്ക് പോയി. ബാലനായ സാമുവേലാകട്ടെ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്റെ മനസ്സിലേക്ക് വന്നത്, ഈ ഹന്നായും എൽക്കാനയും ഈ ബാലനായ സാമുവേലിനെ പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തി, നീ കർത്താവിന്റെ മോന, നീ കർത്താവിന് ദാനമാ, നിന്നെ കർത്താവ് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് കർത്താവ് തന്നെ, അതുകൊണ്ട് നീ ആജീവനാന്തം കർത്താവിനുള്ളത്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോ അവൻ സന്തോഷത്തോടെ, ഈ അപ്പനും അമ്മയും പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കൊച്ചവിടെ നിൽക്കുവോ? അതുപോലെ കണ്ടോ, അവൻ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. മക്കളെ പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങളെ എനിക്ക് ദൈവമാ തന്നെ, മോനെ മോളെ ദൈവം തന്ന കൊച്ച, നീ ദൈവത്തിന്റെ, നീ കർത്താവിനുള്ള കൊച്ച. അങ്ങനെ ഒരു കൊച്ചിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ കുഞ്ഞ് കണ്ടോ അതുപോലെ ജീവിക്കും. അതുകൊണ്ട് എന്റെ വിഷമം പറയാണ്, മക്കളെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നല്ല മക്കളെ ദൈവം തരുക. ആ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക, കർത്താവിന് വേണ്ടി വളർത്തുക, സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്കും. ഞാൻ പറയും, നമുക്ക് നല്ല ഭവനങ്ങളുണ്ട്, നമുക്ക് നല്ല ഇടവക ദേവാലയങ്ങളുണ്ട്, നമുക്ക് നല്ല സ്കൂളുകളുണ്ട്, നമുക്ക് നല്ല കാറ്റഗിസം സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട വിധത്തിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച്, പരിശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ പരിശീലിപ്പിച്ച്, അതിനേക്കാൾ ഏറെ ഞാൻ പറയും, അപ്പനും അമ്മയും അച്ഛനും കന്യാസ്ത്രീയും നല്ല മാതൃക നൽകി ഈ മക്കൾക്ക് ഇതിന്റെ ആവശ്യകത ജീവിത മാതൃകയിലൂടെ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് ജീവിച്ചാൽ നമ്മുടെ മക്കളെ ഓർത്ത് ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ മക്കളൊക്കെ പാവങ്ങളാ,
അവര് നല്ലത് കിട്ടിയാൽ നല്ല പോലെ ജീവിക്കും. പിന്നെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രലോഭനങ്ങൾ, അതിന്റെ അവസ്ഥകൾ, പിശാച്, ദുഷ്ടാരൂപി, അതിന്റെ സ്വാധീനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം പറഞ്ഞപ്പോ ഈ മക്കൾക്ക് ശരിക്കും അത് മനസ്സിലായി. പറയേണ്ട പോലെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ദിവസങ്ങളൊക്കെ മക്കളോട് സംസാരിച്ചപ്പോ കർത്താവിന്റെ ഒരു വലിയൊരു സ്നേഹം ഈ എന്താ പറയുക ശുശ്രൂഷകളിലൂടെ, വചനത്തിലൂടെ മക്കളിലേക്ക് ഒഴുകുന്നതും ആ സ്നേഹം ആ മക്കൾ സ്വീകരിക്കുന്നതും ഞാൻ കണ്ടു. എൻ്റെ മക്കൾ, ഞാൻ പറയും, ഈ ഒരു സന്ദേശം നിങ്ങൾ അനേകം മാതാപിതാക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഒന്ന് പകർന്നു കൊടുക്കണം. ഇടവക ദേവാലയത്തിലെ കണ്ണിക്കണ്ട കോപ്രായങ്ങളും ആക്ഷൻ സോങ്ങും തുള്ളലും സിനിമാറ്റിക് ഡാൻസും കണ്ണിക്കണ്ട വാദ്യമേഖലകളും വയ്ക്കാതെ കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്ത് കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും നിറയപ്പെട്ട ദിവ്യ കാരുണ്യത്തെ, വിശുദ്ധ കുർബാനയെ പ്രഘോഷിച്ച് 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം വചനത്തില് പൗലോസ് പറഞ്ഞുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ അറിയണ്ട, വേറെ ഒന്നും അറിയണ്ടെന്ന്. നമ്മുടെ മക്കള് പള്ളിയിൽ നിന്ന് അറിയേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചാ, അതും ക്രൂശിതനായവനെ കുറിച്ച്. കർത്താവിന്റെ കുരിശിലെ ബലി, അതിന്റെ യോഗ്യത, അതിലൂടെ നമ്മെ മഹത്വം അണിയിച്ച. ഞാൻ ആ മക്കളോട് മഹത്വത്തിന്റെ സമ്പന്നതയെ കുറിച്ച് പറഞ്ഞു. മഹത്വം അണിയിച്ച കർത്താവിന്റെ കുരിശിലെ ബലിയെ കുറിച്ച് പറഞ്ഞപ്പോ ആ മക്കൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു നോക്കിയിരിക്കുക. ആ മഹത്വം അണിയിക്കപ്പെട്ട കർത്താവിന്റെ കാരുണ്യം. മക്കളെ, നല്ല ബോധ്യങ്ങൾ കൊടുക്കുക, സത്യങ്ങൾ മക്കളെ പഠിപ്പിക്കുക. അവിടുത്തെ വചനമാണ് സത്യം. വേറെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കണ്ണിക്കണ്ടവന്മാരെ കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവിടുന്ന് പറഞ്ഞ സത്യം തന്നെയായ വചനത്തെ കുറിച്ച് വെള്ളം ചേർക്കാതെ, മായം ചേർക്കാതെ പഠിപ്പിക്കണം. ഇന്ന് പല കാര്യങ്ങളും മക്കൾ കേൾക്കും, അസത്യങ്ങൾ കേൾക്കും. അത് സിനിമകളിലൂടെ, മീഡിയയിലൂടെ, കൂട്ടുകെട്ടിലൂടെ, മറ്റ് പല നിയമ സംവിധാനങ്ങളിലൂടെ കേൾക്കും. പക്ഷെ അവിടുത്തെ വചനമാണ് സത്യം. അത് തറപ്പിച്ച് പറഞ്ഞു കൊടുക്കണം. അത് അനുഭവങ്ങളിലൂടെ, മാതൃകയിലൂടെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ, ഞാൻ പറയും, നമ്മുടെ മക്കളെ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഒരു ലൗകികാതിലോ, ഒരു മ്ലേച്ഛതയിലോ, ഒരു ലഹരിയോ, ഒരു കഞ്ചാവോ, ഒരു MDMO, ഒരു കൂട്ടുകെട്ടോ നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. പക്ഷെ കൊടുക്കണം. അത് മാത്രമല്ല, അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കണ്ട്, ഈ മക്കൾക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിച്ച്, അതുപോലെ ദൈവികാന്റെ മുമ്പിൽ ഇരുന്ന്, അതുപോലെ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിച്ച് ഈ മക്കൾക്ക് വേണ്ടി ഈ ധ്യാനം അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ധ്യാന ശുശ്രൂഷയൊക്കെ ചെയ്തപ്പോ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയിൽ ഇടപെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഈ ഒരു സന്ദേശം, ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും പകർന്നു കൊടുക്കണം. മക്കൾക്കും പറ്റുമെങ്കിൽ പകർന്നു കൊടുക്കുക. മക്കൾ അറിഞ്ഞ് ജീവിക്കട്ടെ. നമ്മുടെ എല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വം, ഈ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ഉത്തരവാദിത്വം ഇതാ. ഒരപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞിനെ പരമേൽപ്പിക്കുമ്പോൾ ഉത്തരവാദിത്വമുണ്ട്. കർത്താവിന് വേണ്ടി വളർത്തണം, വചനത്തിൽ ഉറപ്പിക്കണം. കൂദാശ ജീവിതത്തിലൂടെ അതിസ്വാഭാവികമായ കൃപകളിൽ ജ്വലിപ്പിക്കണം. അതാദ്യം അപ്പം കാണിച്ചു കൊടുക്കണം, ഒപ്പം അമ്മയും കാണിച്ചു കൊടുക്കണം. കുടുംബത്തിൽ ഇതൊന്നും ഇല്ലാണ്ടാണ് പല കുടുംബങ്ങൾ പോണേ. പിന്നെ എങ്ങനെ മക്കൾ രക്ഷപ്പെട്ടു? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കുള്ളതിന്, നമുക്ക് ലഭിച്ചതിന് അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ച് അതിൽ വളരാൻ, അതിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെയും വളർത്തിയെടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. വേറെ എന്ത് ലുട്ടിലൊടുക്ക് പരിപാടിയും, ഇന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഒത്തിരിയേറെ പേര് വിളിക്കണം. അച്ഛനെ കണ്ടിട്ട് അച്ഛൻ പറയും, ധ്യാനം കൂടുക, നിങ്ങൾ ധ്യാനം കൂടെ, സത്യം അറിയും, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാണ്ട് അച്ഛനെ കാണാൻ പറ്റുമോ? നോ. അല്ലാണ്ട് അച്ഛനെ കാണാൻ ഞാൻ ഒന്നും ആയിട്ടല്ല, പക്ഷെ കാര്യമില്ല. അതുകൊണ്ടാണ് കുറേ പേര് വിളിക്കുക, അച്ഛനെ കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ ധ്യാനത്തിൽ പോവാ. അല്ലാണ്ട് കാണാൻ പറ്റുമോ? നോ. വചനം കേൾക്കുക, ശുശ്രൂഷയെ പങ്കെടുക്കുക, നിത്യാരാധന വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, ഇതൊന്നുമല്ല വേണ്ട മക്കളെ. സത്യം അറിയാം, വചനം കേൾക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട പോലെ
കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർ കൊടുക്കണം. എൻ്റെ വേദന ഞാൻ പറയണേ, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് പലർക്കും മുട്ടുകുത്താനോ പ്രാർത്ഥിക്കാനോ കൈവിരിക്കാനോ ഒന്ന് കൊന്ത ചെല്ലാനോ ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു പല മക്കളും. ഞാൻ പറയാണ്, ഇതൊക്കെ പഠിപ്പിക്കണം. അപ്പം മുട്ടുകുത്തി നിന്ന് കാണിച്ചു കൊടുക്കണം, അമ്മ കൈവിരിച്ച് നിന്ന് കാണിച്ചു കൊടുക്കണം. പള്ളിയിൽ അപ്പനും അമ്മയും വില കൊടുത്ത് സമയം കണ്ടെത്തി പോകുന്നത് മക്കൾ കാണണം. മാതൃക വലിയ കാര്യോ, മാതൃക. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വലിയ ബോധ്യങ്ങളോടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ നല്ല സ്കൂളുകളിലും നല്ല കൂട്ടുകെട്ടുകളിലും നമ്മുടെ ഇടവക ദേവാലയത്തിലും ഒക്കെ കാറ്റഗിസ് ആരംഭിക്കുകയാണ്. ഒരു മാറ്റം ഈ ഒരു തലത്തിൽ ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ ലുട്ടിലൊടുക്ക് പരിപാടിയും ഗിമ്മിക്കുകളും കൊണ്ട് മക്കളെ നന്നായി വളർത്താമെന്ന് ആരും കരുതണ്ട. കുറെ ഡാൻസും തുള്ളലും ആക്ഷൻ സോങ്ങും ഭയങ്കര പറ്റ കാര്യങ്ങളും ഒരു കാര്യമില്ല. ആ സമയത്തൊന്നും കൂടി പിള്ളേർ തിമർത്തി ഒച്ചപ്പാടും ബഹളം വെച്ച് പോകുമെന്നല്ലാതെ ഉള്ളിലേക്കൊന്നും കിട്ടത്തില്ല. ഉള്ളിലേക്ക് കിട്ടുന്ന കാതലായ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ സത്യവചനം സത്യമായിട്ട് പ്രഘോഷിക്കണം. ആ ഉദാശകളിലൂടെ ലഭിക്കുന്ന കൃപകൾക്ക് വേണ്ടി മക്കളെ ഒരുക്കണം. അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ ഓർക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കളെ, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മക്കളെ അങ്ങയുടെ കൃപയിലും അങ്ങയുമായി ആഴമായ ബന്ധത്തിലും ഉറപ്പിച്ച് വളർത്തുവാൻ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കണ്ടേ. അതിനെല്ലാം ഉപരിയായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് അങ്ങയെയാണ്. തൈത്തണ്ടില്ലാതെ ശാഖയ്ക്ക് അസ്തിത്വമില്ലാത്ത പോലെ അങ്ങയിൽ നിന്ന് അകന്നാല് ഞങ്ങളുടെ മക്കൾ നശിക്കും. ആ ഒരു സത്യം ഞങ്ങൾ അറിയണം. അതനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തില് മാതാപിതാക്കള്, ഇടവകയില് വൈദികര്, സന്യാസിനി സന്യാസിമാര്, വിളിക്കപ്പെട്ട കാറ്റഗിസം ടീച്ചേഴ്സ്, കർത്താവേ അങ്ങേക്ക് 1ാം സ്ഥാനം കൊടുത്ത് ഉദാശകൾക്ക് ദിവ്യകാരുണ്യമായ അങ്ങേക്ക് അങ്ങയുടെ കാരുണയുടെ സ്നേഹത്തിന്റെ പാരമ്യമായ വിശുദ്ധ കുർബാനയ്ക്ക് കൂദാശകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളുടെ മക്കളെ വളർത്തണം. അതിൽ വന്നുപോയി വീഴ്ചകളേറെയാണ് കർത്താവേ. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കളിന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള മതസ്ഥരുമായിട്ട് പ്രേമബന്ധത്തിലോ ജഡിക പാപത്തിലോ വിവാഹത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അത് ഞങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാതെയും പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കാതെ പോയത് കൊണ്ടുമാണ്. ശരീരത്തിന്റെ വിശുദ്ധി അതറിയാൻ പാടില്ലാത്ത മക്കള് മോശമായ വസ്ത്രം ധരിക്കും, ജഡിക പാപങ്ങൾ ചെയ്യും, ലഹരിക്ക് അടിമപ്പെടും. നിത്യതയെ കുറിച്ച് ആ ജീവനാന്തം കർത്താവെ അങ്ങേക്കുള്ള മക്കളെ അതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങയിലേക്ക് ഉറപ്പിക്കണം. ഞങ്ങൾ കണ്ടു സാമൂഹ്യനെ സമർപ്പിച്ച അമ്മയുടെയും അപ്പന്റെയും ഒരു തിരിച്ചറിവ്. കർത്താവെ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട്, അറിവില്ലായ്മകളുണ്ട്, പോരായ്മകളുണ്ട്, ഞങ്ങളുടെ ദുർമാതൃകകളുണ്ട്. അങ്ങേക്ക് 1ാം സ്ഥാനം കൊടുക്കാതെ, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കുടുംബങ്ങള് മക്കളെ എന്തിലേക്കൊക്കെയോ വളർത്തി. കർത്താവെ, അങ്ങയിൽ ഉറപ്പിച്ചിരുന്നെങ്കിൽ സത്യം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കള് വഴിതെറ്റി പോകില്ല. കർത്താവെ, കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു പോയ ആ എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ എല്ലാ മക്കൾക്ക് ലഭിക്കുവാനിടയാകട്ടെ. ഈശോയുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കണമെന്നുള്ള ആഗ്രഹം, ഈശോയെ ദിവ്യകാരുണ്യമായ അങ്ങയുടെ തിരുസന്നിധിയിൽ പോയി ഇരിക്കണമെന്നുള്ള ആഗ്രഹം, വേണ്ടാത്ത മൊബൈല് കൂട്ടുകെട്ടുകള് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആ വലിയൊരു ശക്തി, അതെല്ലാം കിട്ടിയത് അങ്ങയിൽ നിന്നാണ്, അങ്ങയുടെ സത്യമായ വചനത്തിൽ നിന്നാണ്. കർത്താവേ, വചനം അറിഞ്ഞാൽ പിന്നെ
അത് സത്യമാണ്. ആ സത്യം അങ്ങ് പറഞ്ഞില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങയുടെ വാഗ്ദാനങ്ങൾ, അങ്ങയുടെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിന്റെ ശക്തി, അത് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതെല്ലാം അറിയാൻ ഈശോ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഇടവക ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു, അവിടെയുള്ള വൈദികരെ സമർപ്പിക്കുന്നു, സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു, വിദ്യാലയങ്ങളെ സമർപ്പിക്കുന്നു, എല്ലാ അധ്യാപകരെ സമർപ്പിക്കുന്നു, കാറ്റഗിസത്തെ സമർപ്പിക്കുന്നു. എല്ലാം ഒറ്റ ഫോക്കസ്, ഒറ്റ ലക്ഷ്യം, ഒറ്റ അടിസ്ഥാനം. അങ്ങാകട്ടെ കർത്താവേ, അങ്ങാകട്ടെ. അങ്ങില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങിൽ വളരാതെ ഒന്നും ഫലം പുറപ്പെടുവിക്കത്തില്ല. സത്യം അറിയട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈശോ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കള് സത്യം അറിഞ്ഞ് ജീവിക്കട്ടെ. പല സത്യങ്ങളും കേൾക്കും. സ്കൂളിൽ ചെല്ലുമ്പോൾ, കോളേജിൽ ചെല്ലുമ്പോൾ, കൂട്ടുകാരിലൂടെ, പല പല ഗെയിമുകളിലൂടെ, പല പല പ്രലോഭനങ്ങളിലൂടെ, പിശാചിന് നേരിട്ടുള്ള ആക്രമണത്തിലൂടെ പല അസത്യങ്ങളും പല തെറ്റായ കാര്യങ്ങളും കടന്നു വരും. അവിടെയൊക്കെ സത്യത്തിൽ അങ്ങയിൽ ഉറച്ചു നിന്ന് ഒരു കോംപ്രമൈസ് ചെയ്യാത്ത, ഒരു ഒഴിക്കഴിവും കൊടുക്കാത്ത കർത്താവെ ഒരു ജീവിതം ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകണം. മരിയ ഗുരുത്തിയെ പോലെ, അനേക വിശുദ്ധ കൊച്ചുമക്കളെ പോലെ ഞങ്ങളുടെ മക്കളും അങ്ങയുടെ സ്വന്തമായി ജീവിക്കട്ടെ. അങ്ങയുടെ അഭിമാനമായിട്ട് മാറട്ടെ, അങ്ങയുടെ കീർത്തിയായി മാറട്ടെ, അങ്ങയുടെ സ്വന്തമായി ജീവിക്കട്ടെ. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട്, ഇടതുകരത്തിൽ എന്ന പോലെ മക്കളെ കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ ഞങ്ങൾ നീട്ടിപ്പിടിച്ച ഈ കരത്തിലൂടെ അപ്പൻ്റെ കരം, അമ്മയുടെ കരം, അഭിഷിക്ത കരം, സന്യാസ ജീവിതത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കരം ഞങ്ങളുടെ മക്കൾ നേരെ നീട്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ വളർത്തണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും ആശീർവാദം നമുക്ക് യാചിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഈ വലിയ സന്ദേശവും പ്രാർത്ഥനയും നിങ്ങൾ അനേക മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കണം. ഇതാണ് സത്യം മക്കളെ, വേറെ സത്യങ്ങളൊന്നുമില്ല. ഇതറിഞ്ഞ് നമ്മൾ ജീവിക്കണം, മാതൃക നൽകണം, മക്കളെ പഠിപ്പിക്കണം, മക്കളെ വളർത്തണം. അതുകൊണ്ട് ഈ ഇന്നത്തെ പ്രാർത്ഥന എല്ലാവരും അനേക മക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ കുറേ പേര് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയാണ്. വീണ്ടും അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തണം. നമ്മളിനി മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് വലിയൊരു കൂട്ടായ്മയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുക. ഇത് ദൈവവേലയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ ശുശ്രൂഷയാണ്, ഇത് അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ്. സ്വന്തമാക്കുക, അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചിന്തി ഇന്നത്തെ സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും, എല്ലാ വൈദികർക്കും, എല്ലാ സന്യസ്തർക്കും, എല്ലാ മക്കൾക്കും ഇടയാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം മക്കളിലും കുടുംബത്തിലും എല്ലാ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ എന്നെയും ഈ മക്കളെയും
ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയോട് ചേർത്ത് അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങയിൽ ഒന്നാക്കി തീർക്കണമേ. അങ്ങാകുന്ന തായ്തണ്ടിൽ ഞങ്ങളെല്ലാവരും വളരട്ടെ, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. അധ്യയന വർഷത്തിൽ അങ്ങയോട് ചേർന്ന് നിന്ന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് പഠനത്തിൽ, സ്വഭാവത്തിൽ, ജീവിതത്തിൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.